കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോഴേ ഒത്തിരി നാളുകൂടി മാന്താറ്റിലെ ദാക്ഷായണി അമ്മ ചേച്ചിയെ കണ്ടു. അവർക്കേ ചെറിയൊരു മോഹം. അവരുടെ ആങ്ങളുടെ മകന് നമ്മുടെ കൃഷ്ണനെ ഒന്ന് ആലോചിച്ചാലോന്ന്. നീ വന്നിട്ട് പറയാമെന്ന് ദാക്ഷായണി ചേച്ചിയോട് ഞാൻ പറയുകയും ചെയ്തു. ഇതൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞിട്ട് പോരെ ബന്ധുരെ, പ്രസവവും കുഞ്ഞുങ്ങളൊക്കെ. അമ്മയുടെ ഉള്ളിലിരിപ്പ് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. തൃപ്തിയായി. അമ്മ തന്നെ വേണം എന്നോട് ഇങ്ങനെ പറയാൻ. സാരല്ല, സാരില്ല. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ സാരിത്തലപ്പ് കൊണ്ട് അമർത്തി തുടച്ച് അവൾ മുഷിഞ്ഞ വേഷം മാറി. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇവിടെ ജോലിയുള്ളത് ഒരാൾക്കേ ഉള്ളൂ. ആ ആള് സ്വന്തം കാര്യം നോക്കിപ്പോയാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം ആര് നോക്കും? ഇന്ദുലേഖ അമ്മയെ ന്യായീകരിക്കുന്നതിനിടയിൽ വിശ്വജിത്തിന് നേരെ ഒളിയം പറയാനും മറന്നില്ല. ഇതയാളെ മനഃപൂർവ്വം പറ്റിച്ച പണിയാ. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാ ബന്ധുരേച്ചി അയാളുടെ കസ്റ്റഡിയിൽ തന്നെ കിടന്നോളൂല്ലോ. ശമ്പളം മുഴുവൻ അയാൾക്ക് തട്ടിയെടുക്കാം. അതുകൊണ്ട് ബന്ധുരേച്ചി പ്രസവിക്കുകയോ കുഞ്ഞിനെ വളർത്തോ എന്തു വേണേലും ചെയ്തോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി. ഇതൊക്കെ തീരുമാനിക്കാൻ നീ ആരാടി? ഇതൊക്കെ പറയാനുള്ള യോഗ്യത നിനക്കുണ്ടോ? മേലിൽ എന്നെ ഉപദേശിക്കാൻ വന്നു പോരുത്. ബന്ധുര ബാഗിൽ നിന്നും പലചരക്ക് കടയിലെയും മറ്റ് അത്യാവശ്യങ്ങൾക്കുമുള്ള രൂപ എണ്ണി അമ്മയെ ഏൽപ്പിച്ചു. നീ എവിടെ പോവുക? ദേവകി അമ്മ അന്താളിപ്പോടെ ചോദിച്ചു. എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക്. അല്ലാതെ എവിടേക്ക് പോവാൻ? അവൾ ബാഗ് എടുത്തു. മോളെ ബന്ധുരെ വന്ന ഉടനെ പോകാനോ? ഞാൻ വിടില്ല. എത്ര ദിവസം കൂടിയിട്ട് നീ വന്നതാ? ദേവകി അമ്മ കരയാൻ തുടങ്ങി. വേണ്ടമ്മേ, ഒരിക്കലേ അമ്മയുടെ കരച്ചിൽ കണ്ട് ചങ്ക് പൊട്ടിയിട്ടുണ്ട് എന്റെ. ഇനി അതൊന്നും വേണ്ടമ്മേ. അമ്മ എന്റെ മുന്നിൽ നന്നായി അഭിനയിക്കുകയാണെന്ന് മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് നടിച്ചവളാണ് ഞാൻ. പക്ഷെ ഇനി ഇങ്ങനെ നാട്യവേഷം കിട്ടുവാൻ എനിക്കാവില്ല. ഒരിക്കലും ഒരമ്മയും മകളോട് പറയാറുതാത്ത വാക്കുകളാണ് അമ്മ ഇപ്പൊ പറഞ്ഞത്. വിഷമമുണ്ട് അമ്മേ, ഒരുപാട് ഒരുപാട് വിഷമമുണ്ട്. അമ്മയും അനുജത്തിമാരെയും ഈ കുടുംബത്തെയും ഒത്തിരി സ്നേഹിച്ചതുകൊണ്ടാ. സാരയില്ല. അവൾ കണ്ണീരൊപ്പി വരാന്തയിലേക്ക് ഇറങ്ങി. ബന്ധുരേച്ചി. അതുവരെ ഉള്ളിലൊതുക്കിയ ദുഃഖം കൃഷ്ണപ്രിയയ്ക്ക് നഷ്ടമായി. അവൾ വല്ലാത്തൊരു കരച്ചിലോടെ ബന്ധുരയെ കെട്ടിപ്പിടിച്ചു. ബന്ധുരേച്ചി പൊയ്ക്കോ, പൊയ്ക്കോ. ഇവിടെ ഉള്ളവർക്ക് ബന്ധുരേച്ചിയെ വേണ്ട. ബന്ധുരേച്ചിയുടെ പണം മാത്രം മതി. പെറ്റമ്മ പോലും വേണ്ടാത്ത ബന്ധുരേച്ചി ഇനി ഇവിടെ വരണ്ട, വരണ്ട. കൃഷ്ണപ്രിയ സർവം മറന്ന് പൊട്ടിക്കരഞ്ഞു. എന്റെ മോളെ കൃഷ്ണേ. ബന്ധുരയ്ക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. ഉത്തരവാദിത്തങ്ങളൊന്നും മറന്നിട്ടല്ല ഞാൻ പോകണത്. ഞാനിവിടെ വരുമ്പോഴൊക്കെ പണത്തിന്റെ കണക്കുകളല്ലാതെ സ്നേഹത്തിന്റെ കണക്കുകളൊന്നും ഇവിടെ ആർക്കും ചോദിക്കാനും പറയാനുമില്ല. മടുത്തു മോളെ, മടുത്തു. അതുകൊണ്ട് പോവുക. ബന്ധുര കൃഷ്ണപ്രിയ അടർത്തി മാറ്റിയിട്ട് ദേവകി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മ വിഷമിക്കണ്ട. ദാക്ഷായണി ചേച്ചിയോട് കൃഷ്ണയുടെ കല്യാണം എപ്പോ വേണമെങ്കിൽ നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞേക്ക്. ബന്ധുര മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. അതുകൂടി കേട്ടപ്പോൾ ഇന്ദുലേക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അപ്പോ പൂത്ത കാശ് കയ്യിൽ വെച്ചോണ്ടാ 1.5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ജാമ്യം നിൽക്കാത്തത്. മര്യാദയ്ക്ക് ജാമ്യം നിന്നിട്ട് പോയാ മതി. അവൾ ബന്ധുരയുടെ മുന്നിൽ കടന്നു നിന്നു. ഇന്ദു, പലപ്പോഴും നീ ഭീഷണിപ്പെടുത്തി കാര്യം സാധിച്ചിട്ടുണ്ട്. അത് പേടിച്ചിട്ടല്ല, സ്വന്തം രക്തത്തെ സഹായിച്ചതാ. ഇനിയും ഞാൻ സഹായിക്കും. ഇനി നിന്നെയല്ല, ഇവളെ, കൃഷ്ണയെ. അവക്ക് നല്ലൊരു ആലോചന വന്നാ അത് നടത്തണം. അതിന് ചിലപ്പോ എനിക്ക് ലോൺ എടുക്കേണ്ടി വരും. അത് നിനക്ക് തരാനാവില്ല. പറഞ്ഞതും ബന്ധുര പടിപ്പുരയും കിടന്ന് വഴിയിലേക്ക് ഇറങ്ങി നടന്നു. ഇന്ദുലേഖ കണ്ണു മിഴിച്ചു നിന്നുപോയി. ബന്ധുര പെട്ടെന്ന് മടങ്ങി വരുന്നത് കണ്ട് ബാലചന്ദ്രൻ ചോദിച്ചു. എന്താ ടീച്ചറെ? ഞാൻ വൈകുന്നേരം വന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ ഇപ്പൊ പോന്നത്? പറഞ്ഞു കഴിഞ്ഞാണ് ബന്ധുരയുടെ മുഖത്തേക്ക് അയാൾ ശ്രദ്ധിച്ചത്. ആ കണ്ണുകളിൽ ഈറം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചു കിടക്കുന്നു. ടീച്ചറെ, എന്താ, എന്തുണ്ടായി? എനിക്ക് ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ബാലചന്ദ്രൻ സാറിന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോടും ഇന്ദുവിനോടും ഞാൻ വെറുതെയാണ് പറഞ്ഞതെങ്കിലും ഇപ്പോ എനിക്കൊരു സംശയം. അതൊന്ന് കൺഫേം ചെയ്യണം ബാലചന്ദ്രൻ സാറെ. നാളെ പോയാ പോരെ? പോരാ, പോരാ ബാലചന്ദ്രൻ സാറെ, ഇന്ന് തന്നെ പോകണം. ഇപ്പൊ തന്നെ. സാറ് റെഡിയാകും. അവൾ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബന്ധുരയുടെ ആവേശം താനായിട്ട് തളർത്തേണ്ടെന്ന് കരുതി ബാലചന്ദ്രൻ വേഗം കുളിച്ച് വേഷം മാറി. ടൗണിലെ പ്രഗത്ഭനായ ഗൈനക്കോളജിസ്റ്റ് രാധ വിശ്വനാഥിനെയാണ് അവർ കണ്ടത്. ഡോക്ടർ ബന്ധുരയെ വിശദമായി പരിശോധിച്ചു. പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർ ആ സന്തോഷ വാർത്ത അറിയിച്ചു. മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ ഒരു അച്ഛനാകാൻ പോകുന്നു. മിസ്സിസ് 2 മാസം ഗർഭിണിയാണ്. സന്തോഷം ആകാശത്തോളം ഉയർന്ന നിമിഷങ്ങൾ. ബന്ധുരയുടെ മുഖം കണിക്കൊന്ന പൂത്ത പോലെ വിടർന്നു. താൻ വെറുതെ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു. താൻ അമ്മയാകാൻ പോകുന്നു.
അവൾക്ക് ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണും വൈകിട്ട് അത്താഴവും എല്ലാം അവൾ തന്നെ ഉണ്ടാക്കി. രാത്രി കിടക്കുമ്പോൾ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം അവൾ ബാലചന്ദ്രനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം ബാലചന്ദ്രൻ അവളെ സാന്ത്വനിപ്പിച്ചു. ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ ടീച്ചറെ. എൻ്റെ ടീച്ചറിന്റെ വീട്ടുകാര് നമ്മെ അല്ല സ്നേഹിച്ചത്, നമ്മുടെ പണത്തെയാണ്. നമ്മളിൽ നിന്നുള്ള വരുമാനം കുറയുമ്പോൾ അവർ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ അളവും കുറയും. അതുകൊണ്ടേ ഒന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുന്നതാ നല്ലത്. എന്നാലും അമ്മ അങ്ങനെ പറഞ്ഞപ്പോ വീട്ടിലെ എല്ലാ ബാധ്യതകളും തീർന്നിട്ട് കുട്ടികൾ മതിയെന്ന് അമ്മയുടെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ബാലചന്ദ്ര സാറേ. ടീച്ചറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സാരില്ല, ഇനിയിപ്പോ മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കാതിരുന്നാ മതി. കിടന്നോളൂ. അവൾ പിന്നൊന്നും പറഞ്ഞില്ല. ബാലചന്ദ്രന്റെ മാറിൽ പറ്റി ചേർന്ന് കിടന്നു. 2 ദിവസം കഴിഞ്ഞാണ് അവൾ പാലക്കാട്ടേക്ക് പോയത്. പോകും മുമ്പ് കൃഷ്ണപ്രിയയ്ക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കാൻ അവൾ മറന്നില്ല. ബാങ്കിൽ ജോലിക്ക് ചെന്ന ദിവസം തന്നെ അവൾ കുസുമത്തോട് വിവരം പറഞ്ഞു. നല്ല വാർത്തയാണല്ലോ ബന്ധുരെ. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് ട്രാൻസ്ഫർ തരപ്പെടുത്താൻ നോക്ക്. അതല്ലെങ്കിൽ അടിക്കടിയുള്ള യാത്ര കുഞ്ഞിനെ ബാധിക്കും. കുസുമം പറഞ്ഞു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുകയായിരുന്നു. ആ മാസം അവൾ വീട്ടിൽ പോയതേയില്ല. അമ്മയുടെ പേരിൽ പണം അയച്ചു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മയുടെ കത്ത് വന്നു. പരിഭവങ്ങളും സങ്കടങ്ങളുമുള്ള കത്ത്. കൃഷ്ണപ്രിയയുടെ വിവാഹകാര്യം അതിൽ സൂചിപ്പിച്ചിരുന്നു. ദാക്ഷായണി ചേച്ചിയുടെ ആങ്ങളയുടെ മകൻ മിലിറ്ററിയിലാണ്. 2 മാസത്തിനുള്ളിൽ അവധിക്ക് നാട്ടിലെത്തുമത്രേ. നമുക്ക് സൗകര്യപ്രദമാണെങ്കിൽ അവധി തീർന്നു പോകും മുമ്പ് വിവാഹം നടത്താമെന്ന്. എപ്പോ വേണമെങ്കിലും കൃഷ്ണയുടെ വിവാഹം നടത്താൻ തയ്യാറാണെന്ന് കാണിച്ച് ബന്ധുര അന്ന് തന്നെ മറുപടി എഴുതി. ബാലചന്ദ്ര സാറിനെയും വിവരം അറിയിച്ചു. പിന്നെയും 1 മാസം കൂടി കഴിഞ്ഞു. ആ മാസവും അവൾ അമ്മയുടെ പേരിൽ പണം അയച്ചു കൊടുത്തതല്ലാതെ വീട്ടിൽ പോയില്ല. അപ്പോഴും പരിഭവങ്ങളുമായി അമ്മയുടെ കത്ത് വന്നു. കൂടെ പ്രസവം കഴിഞ്ഞ് ഇന്ത് പോകുന്ന കാര്യവും കുഞ്ഞിന് മാല കൊടുക്കുന്നതും പ്രത്യേകം എഴുതിയിരുന്നു. എന്തായാലും കുറച്ചു നാളത്തേക്ക് വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരിക്കെ പ്യൂൺ സദാശിവൻ നായർ വന്ന് പറഞ്ഞു. ബന്ധുര മാഡത്തിന് ഒരു ഫോൺ കോൾ ഉണ്ട്. ബാലചന്ദ്രൻ സാറാണെന്ന് കരുതി അവൾ വേഗം ചെന്ന് ഫോൺ എടുത്തു. ഹലോ ബന്ധുരേച്ചി, ഞാനാ, കൃഷ്ണയാ. മറുതലയ്ക്കിൽ കൃഷ്ണയുടെ ശബ്ദം കേട്ടപ്പോൾ സന്തോഷമുണ്ടായി. കൃഷ്ണ, എന്താ മോളെ വിശേഷം? ദാക്ഷായണി ചേച്ചി പറഞ്ഞ കല്യാണക്കാരെ ഞായറാഴ്ച വീട്ടിൽ വരുമെന്ന്. ചെറുക്കൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ബന്ധുരേച്ചി ഞായറാഴ്ച വരില്ലേ? കൃഷ്ണയുടെ പതിഞ്ഞ ശബ്ദം. വരും മോളെ, ബന്ധുരേച്ചി തീർച്ചയായും എത്തിക്കോളാം. ബന്ധുര കൃഷ്ണയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഞായറാഴ്ച രാവിലെ വരുന്ന വിവരം ബന്ധുര അപ്പൊ തന്നെ ബാലചന്ദ്രനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. 2 ദിവസത്തെ ലീവ് എടുത്താണ് അവൾ വീട്ടിലേക്ക് പോയത്. ബാലചന്ദ്രൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്കാണോ അതോ നമ്മുടെ സ്വർഗത്തിലേക്കാണോ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു. നമ്മുടെ സ്വർഗത്തിൽ ചെന്നിട്ട് മതി ബാക്കിയൊക്കെ. അവൾ ചിരിച്ചു. വീടിന്റെ പ്ലാൻ ഇന്നലെ വരച്ചു കിട്ടി. അടുത്ത മാസം പണി തുടങ്ങാമെന്നാ കരുതുന്നത്. ട്യൂട്ടോറിയൽ കോളേജിലെ അവരുടെ മുറിയിലേക്ക് കയറുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു. കാപ്പിയോടി കഴിഞ്ഞ് 10 മണിയോടെ ബാലചന്ദ്രനുമായി ബന്ധുര വീട്ടിലേക്ക് പോയി. ദേവികമ്മ ബന്ധുരയെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. എന്നാലും നീ ഞങ്ങളെയൊക്കെ മറന്നല്ലോടി ബന്ധുരെ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങോട്ട് വരാതിരുന്നത്? അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ബന്ധുര മറുപടി ഒന്നും പറഞ്ഞില്ല. ബന്ധുരേച്ചി, ഇത്രയധികം യാത്രയൊന്നും പാടില്ല, കുഞ്ഞിന് കേടുപറ്റും. ബന്ധുരയുടെ വീർത്ത വയറിലേക്ക് നോക്കി കൃഷ്ണ പറഞ്ഞു. 10 മണി കഴിഞ്ഞപ്പോൾ ദാക്ഷായണി ചേച്ചിയും ചെറുക്കൻകുട്ടനും എത്തി. കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി ബന്ധുര പുതിയ സാരി വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. പുതിയ സാരി ഉടുത്തു വന്നപ്പോ അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ തോന്നി. ദാക്ഷായണി ചേച്ചി എല്ലാവരെയും പരിചയപ്പെടുത്തി. ഇതാണ് ചെറുക്കൻ, രാജേന്ദ്രൻ, എന്റെ ആങ്ങളയുടെ മകൻ. ചെറുക്കനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൃഷ്ണപ്രിയയ്ക്കും രാജേന്ദ്രനെ വല്ലാതെ ബോധിച്ചു. അടുത്ത മാസം കല്യാണം നടത്തുവാനും 1 ലക്ഷം രൂപയും 25 പവന്റെ സ്വർണവും സ്ത്രീധനമായി കൊടുക്കാനും തീരുമാനിച്ചു. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ എല്ലാം കേട്ട് ദേഷ്യം ഉള്ളിലൊതുക്കിയ എന്തുലേഖ പൊട്ടിത്തെറിച്ചു. ഞാനിത് സമ്മതിക്കില്ല. എനിക്ക് 50,000 രൂപയും 10 പവനും. കൃഷ്ണപ്രിയയ്ക്ക് 1 ലക്ഷം രൂപയും 25 പവനും. അത് പറ്റില്ല. അവക്ക് കൊടുക്കണ അത്രയും രൂപയും സ്വർണവും എനിക്കും കിട്ടണം. അതല്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല, തീർച്ചയാ. അവൾ ഒരു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി. ഇന്ദു, നിന്റെ ഈ ഒച്ചയും ബഹളമൊന്നും ഇനി ഇവിടെ വേണ്ട. നിന്റെ കല്യാണേ നീ തന്നെ തീരുമാനിച്ചതാണ്. ഇതങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്യാണത്തിനാണ് കൃഷ്ണ സമ്മതിച്ചിരിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ചെറുക്കനെയാണ് കൃഷ്ണ ഭർത്താവായി സ്വീകരിക്കാൻ പോണത്. അതിലുപരി അവർ ഇങ്ങോട്ട് വന്നാണ് പെണ്ണിനെ ആവശ്യപ്പെട്ടത്. നിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല.
വിശ്വത്തിന്റെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ചും അല്പം ഭീഷണിപ്പെടുത്തിയുമാണ് നിന്റെ കല്യാണം നടത്തിയത്. അത് നീ മറക്കരുത്. അവര് ചോദിച്ച സ്ത്രീധനം മുഴുവൻ തരികയും ചെയ്തിട്ടുണ്ട്. ബന്ധുര തെല്ലി ശബ്ദം ഉയർത്തി പറഞ്ഞു. അവൾക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അപ്പോ ബന്ധുരേച്ചി പറഞ്ഞു വരുന്നത് ഞാൻ ചെലവാകാതെ കിടന്ന ചരക്കാണെന്നല്ലേ? നോക്കിക്കോളൂ, ബന്ധുരേച്ചി പ്രസവിക്കണതേ ചാവിള്ളയായിരിക്കും. മനുഷ്യപ്പറ്റില്ലാത്ത നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യക്കുഞ്ഞിനെ ദൈവം തരില്ല. ഇന്ദുലേഖയാ ശപിക്കണത്. ഇന്ദുലേഖ പറഞ്ഞതും അകത്തേക്ക് പോയി. ബന്ധുര ഒരു മൃതദേഹം കണക്കെ നിന്നുപോയി. വരാന്തയിൽ നിന്ന ബാലചന്ദ്രനിലും വല്ലാത്തൊരു നടുക്കമുണ്ടായി. ബന്ധുര ഒരു നിമിഷം എന്തോ ഓർത്തു നിന്നു. പിന്നെ വരാന്തയിലേക്ക് ഇറങ്ങി. ബാലചന്ദ്രൻ എല്ലാം കേട്ട് ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. ബാലചന്ദ്രൻ സാറേ. അയാൾ നടുക്കത്തിൽ നിന്ന് ഉണർന്നു. വാ പോകാം സാറേ. ബാലചന്ദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നാലെ ബന്ധുരയും. മോളെ ബന്ധുരെ, പോകരുതേ. ദേവികമ്മ ഒരു കരച്ചിലോടെ ബന്ധുരയുടെ കയ്യിൽ പിടിച്ചു. ഇത്രയും സ്നേഹമൊന്നും എന്നോട് വേണ്ടമ്മേ. ഒരിക്കൽ അമ്മ പറഞ്ഞു എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ. ഇപ്പൊ എന്തു പറഞ്ഞു ഞാൻ പ്രസവിക്കുന്നത് ചാവിള്ളയാണെന്ന്. എന്താണെങ്കിലും ഞാനും എന്റെ ഭർത്താവും സഹിച്ചോളാം. ഇനിയെങ്കിലും കൂടുതൽ സ്നേഹിക്കാതിരുന്നാ മതി. മോളെ, നീ ഇങ്ങനെ പോയാൽ എങ്ങനെ? എന്തൊക്കെ പറഞ്ഞാലും ഇന്ദുവിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടേ? നാട്ടു നടപ്പനുസരിച്ച് കുഞ്ഞിന് നമ്മൾ സ്വർണ്ണമാല ഇടണം, ദേവികമ്മ പറഞ്ഞു. ബന്ധുര ഒന്നും മിണ്ടാതെ കഴുത്തിൽ കിടന്ന് ചെറിയ മാല ഊരിയെടുത്ത് ദേവികമ്മയ്ക്ക് നേരെ നീട്ടി. ദേവികമ്മ അത് വാങ്ങുമ്പോൾ അകത്തു നിന്നും ഇന്ദുലേഖ ഉറക്കെ ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. നൂല് പോലത്തെ ആ മാലയെ എന്റെ കുഞ്ഞിന് വേണ്ട. താലിമാലയെന്ന് താലി അഴിച്ചു മാറ്റിയിട്ട് ആ വലിയ മാല തന്നാ മതി. ബന്ധുര തല തിരിച്ച് ഒന്ന് ദേവകിയമ്മയെ നോക്കി. പിന്നെ അവൾ മാല തിരിച്ചെടുത്തിട്ട് കൃഷ്ണയെ വിളിച്ചു. കൃഷ്ണേ. കൃഷ്ണപ്രിയ നിറ കണ്ണുകളോടെ മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. ഇതേ നിന്റെ കഴുത്തിലിട്ടോളൂ. ദാനം കൊടുക്കുമ്പോ കണക്ക് പറയണവർക്ക് ഇനി ബന്ധുരയുടെ ഔദാര്യം വേണ്ട. മാല കൃഷ്ണപ്രിയയുടെ കഴുത്തിലിട്ടിട്ട് ബന്ധുര ബാലചന്ദ്രന് പിന്നാലെ പടിപ്പുരയും കടന്ന് സ്കൂട്ടറിൽ കയറി. ഇന്ദുലേഖ എന്തൊക്കെയോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രനും ബന്ധുരയും കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോ സർവ്വ നിയന്ത്രണങ്ങളും തകർന്ന് കൃഷ്ണപ്രിയ ഹൃദയം തകർന്നുള്ള കരച്ചിലൂടെ ദേവകിയമ്മയുടെ ദേഹത്തേക്ക് ചാഞ്ഞു വീണു. എന്തിനാണ് അമ്മ ഈ പാവത്തിനെ കരയിപ്പിക്കുന്നത്? ഈ കുടുംബത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ ഒരുക്കി തീരാറായ പാവം ബന്ധുരച്ചി ഇനിയെങ്കിലും മനസ്സ് തുറന്നൊന്ന് സന്തോഷിച്ചോട്ടെ. ദേവകിയമ്മയുടെ കണ്ണുകളും നിറഞ്ഞു. ഇന്ദുലേഖ ഒരു കുതിപ്പിൽ കൃഷ്ണപ്രിയയുടെ മുന്നിലെത്തി. മര്യാദയ്ക്ക് ആ മാല തന്നേക്ക്, അവൾ ആവശ്യപ്പെട്ടു. ഇതേ ചാപിള്ളയെ പ്രസവിക്കുന്ന പെണ്ണിന്റെ മാലയാണ്. ഇന്ദു ചേച്ചിയുടെ കുഞ്ഞിന് ഇത് വേണ്ട, കൃഷ്ണപ്രിയ പറഞ്ഞു. നിന്നോടാ പറഞ്ഞത് അയച്ചു തരാൻ. ഇന്ദുലേഖ മാലയിൽ പിടുത്തമിട്ടു. മാലയിന്ന് വിട് ചേച്ചി. ഇല്ല, വിടില്ല. വിടാനല്ലേ പറഞ്ഞത്. കൃഷ്ണപ്രിയ ശക്തിയിൽ ഇന്ദുലേഖയെ പിടിച്ചു തള്ളി. ഇന്ദുലേഖ പിന്നോക്കം മലച്ചു വീണു. നോക്ക്, ഞാൻ ബന്ധുര ചേച്ചിയെ പോലെ പാവല്ല. ഇന്ദു ചേച്ചി എന്റെ മൂത്തതാണെന്ന് ഞാൻ നോക്കില്ല. എന്നോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. കൃഷ്ണപ്രിയ മുരണ്ടു. ഇന്ദുലേഖ ഭയന്നുപോയി. എന്താടി കൃഷ്ണൻ, മൂത്തവരോടാണോടി നിന്റെ ധാർഷ്ട്യം? ദേവികമ്മ ദേഷ്യപ്പെട്ടു. ഇപ്പൊ അമ്മയ്ക്ക് എന്താ കൊമ്പ് മുളച്ചത്? ബന്ധുരേച്ചിയോട് തോന്നിയാസം പറഞ്ഞ് കരയിച്ചു വിട്ടപ്പോ അമ്മയുടെ നാവ് എവിടെ പോയി? കൃഷ്ണപ്രിയ ചോദിച്ചു. ദേവികമ്മ മിണ്ടിയില്ല. കൃഷ്ണപ്രിയ തെല്ലുറക്കെ പറഞ്ഞു. ബന്ധുരേച്ചി കൊണ്ടുവരുന്നത് കൊണ്ടാ കെട്ടിയോനും കെട്ടിയോളും മൂക്കുമുട്ട തിന്നണത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി. ഇങ്ങോട്ട് ഭരിക്കാൻ വന്നാലുണ്ടല്ലോ. അതും പറഞ്ഞ് കൃഷ്ണപ്രിയ അകത്തേക്ക് കയറി. താമസിക്കുന്നിടത്ത് ചെന്നിട്ടും ബന്ധുരയ്ക്ക് സങ്കടമടക്കാനായില്ല. കുടുംബത്തിന് വേണ്ടി എത്രയൊക്കെ ചെയ്തിട്ടും ഒരിറ്റ് സ്നേഹം തരാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോ ഹൃദയം പറഞ്ഞു പോകുന്ന വേദന തോന്നി. ടീച്ചറ് കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാണുന്നതെല്ലാം കൈക്കലാക്കണമെന്ന ആർത്തിയാണ് ഇന്ദുലേഖയ്ക്ക്. അതൊക്കെ കിട്ടാതെ വരുമ്പോഴുള്ള ഒരു വിഭ്രാന്തി ഇല്ലേ, അത് വരുമ്പോ സ്ഥലകാലബോധം മറക്കും. അതുകൊണ്ട് ടീച്ചർ അതൊക്കെ മറന്നിട്ട് ഊണ് വിളമ്പ്, വിശക്കണം. അവൾ കണ്ണു തുടച്ചെണീറ്റു. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു. നാളെ തന്നെ സഹകരണ ബാങ്കിൽ പോയി ലോണിന് അപേക്ഷ കൊടുക്കണം. ഇനി കുറച്ച് രൂപയല്ലേ അടച്ചു തീർക്കാനുള്ളൂ. അടുത്ത ആഴ്ചയില്ല ഞാനത് തീർത്തോളാം. ടീച്ചറിന്റെ ബാങ്കിലെ ലോൺ ഈ മാസം കിട്ടുമല്ലോ. എന്തായാലും കൃഷ്ണയുടെ കല്യാണം കൂടി കഴിഞ്ഞാൽ ടീച്ചർക്ക് മനസ്സമാധാനത്തോടെ കഴിയാമല്ലോ. അത് മതി. വൈകിട്ട് കിടക്കുമ്പോൾ ബാലചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. പാലക്കാട്ട് ചെന്നാലും ഇടയ്ക്കിടെ ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തണം. ശരീരം ഇളകിയുള്ള പണിയൊന്നും ചെയ്യും വേണ്ട. അവളെല്ലാം മൂളി കേട്ടതേ ഉള്ളൂ. പിറ്റേ ദിവസം രാവിലെ ബന്ധുര തനിച്ചാണ് സഹകരണ ബാങ്കിൽ ലോണിന് അപേക്ഷ കൊടുക്കാൻ പോയത്. ബാലചന്ദ്രന് ട്യൂട്ടോറിയൽ കോളേജിൽ പോകണമായിരുന്നു. ഉച്ചയോടെയാണ് ബന്ധുര മടങ്ങിയെത്തിയത്. ബാലചന്ദ്രൻ ചോദിച്ചു, ബാങ്കുകാർ എന്തു പറഞ്ഞു? അടുത്ത ആഴ്ച ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്.
അന്ന് ലോൺ പാസ്സാക്കാമെന്ന് പ്രസിഡന്റ് സമ്മതിച്ചിരിക്കുക. ആ, അതിനു മുമ്പേ കുടിശ്ശിക ഞാൻ അടച്ചു തീർത്തോളാം. ബാലചന്ദ്രൻ ഊണ് കഴിച്ച് കോളേജിലേക്ക് പോകും മുമ്പ് പറഞ്ഞു. ഇന്ന് പാലക്കാട്ടേക്ക് പോകണ്ടേ? റെഡിയായിരുന്നോളൂ, ഞാൻ നേരത്തെ വരാം. ഉം. അവൾ തലയിളക്കി. അന്ന് വൈകുന്നേരം ബാലചന്ദ്രൻ നേരത്തെ എത്തി. പോകുന്നതിന് മുമ്പേ വീട്ടിൽ കയറുന്നുണ്ടോ? വേണ്ട ബാലചന്ദ്രൻ സാറേ, കൃഷ്ണയുടെ കല്യാണത്തിന്റെ സമയത്തെ ഞാൻ ഇനി വീട്ടിലേക്കുള്ളൂ. അതുപോരെ? ടീച്ചറിന്റെ ഇഷ്ടം. ബാലചന്ദ്രൻ ചിരിച്ചു. അയാൾ ബന്ധുരയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ട്രെയിനിൽ ഇരിക്കുമ്പോൾ ബന്ധുരയുടെ മനസ്സ് കലുഷിതമായിരുന്നു. താൻ വിവാഹം കഴിച്ചത് മുതലാണ് അമ്മയ്ക്കും മനംമാറ്റമുണ്ടായത്. പണ്ട് ബാലചന്ദ്രൻ സാർ പറഞ്ഞത് എത്രയോ ശരിയാണ്. കുടുംബത്തിന് വേണ്ടി ഒരു ജന്മം മുഴുവൻ പാഴാക്കിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല ബന്ധുര ടീച്ചറെ. കാര്യം കണ്ടു കഴിയുമ്പോൾ കറിവേപ്പില പോലെ നമ്മളെ വലിച്ചെറിയുകയുള്ളൂ. മനസ്സിലായോ? തന്റെ ജീവിതത്തിലും അതൊക്കെ സത്യമായിരിക്കുന്നു. അവൾ സീറ്റിൽ ചാരിക്കിടന്ന് മയങ്ങി. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മയക്കത്തിൽ നിന്ന് ഉണർന്നത്. വിമൺ ഹോസ്റ്റലിൽ ചെന്ന് കുളിച്ച് വേഷം മാറി. അന്ന് നേരത്തെ ബാങ്കിൽ ചെന്നു. ബന്ധുര മാഡം എപ്പോ വീട്ടിൽ നിന്ന് വന്നു? രാവിലെയാ? പ്യൂൺ സദാശിവൻ നായർ ചോദിച്ചു. അതെ, ഋഷി സാറ് അവധിയൊന്നും അല്ലല്ലോ അല്ലേ? അവൾ തിരക്കി. എവിടെ? സാറ് രാവിലെ വരും. ബാങ്കിലെ സ്റ്റാഫ് ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു. ബന്ധുര ഋഷികേശ് വരാനായി കാത്തിരുന്നു. തന്റെ ലോൺ പെട്ടെന്ന് പാസ്സാക്കി തരാൻ പറയണം. 10 മണി കഴിഞ്ഞപ്പോ ഋഷികേശ് വന്നു. ബന്ധുര വേഗം ക്യാബിനിലേക്ക് ചെന്നു. എന്തൊക്കെയുണ്ട് ബന്ധുര വിശേഷങ്ങൾ? ബാലചന്ദ്രൻ സാറിന് സുഖം തന്നെയല്ലേ? ഋഷികേശ് പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ സാറേ, സുഖം തന്നെയാ. അവൾ ഒന്ന് നിർത്തിയിട്ട് മെല്ലെ പറഞ്ഞു. ഞാനൊരു ലോണിന്റെ കാര്യം ഋഷി സാറിനോട് പറഞ്ഞിരുന്നു. ഇപ്പോ അനുജത്തിയുടെ കല്യാണം, അതുകൊണ്ട്. അവൾ അർദ്ധോക്തിയിൽ നിർത്തി. അത് പാസ്സായല്ലോ ബന്ധുരെ. 2 ദിവസത്തിനകം അതിന്റെ പേപ്പേഴ്സ് എല്ലാം വരും. ബന്ധുരയ്ക്ക് എപ്പോ വേണമെങ്കിലും പണം എടുക്കാം. ഋഷി പുഞ്ചിരിച്ചു. അവൾക്ക് ആശ്വാസമായി. ആട്ടെ, എന്നാണ് അനുജത്തിയുടെ കല്യാണം? അടുത്ത മാസമാണ്. ശരി. ബന്ധുര ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി. ഈ മാസം സഹകരണ ബാങ്കിലെ ലോണും കിട്ടും. എന്തായാലും കൃഷ്ണയുടെ കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. ദിവസങ്ങൾ ഓടി അകലുകയായിരുന്നു. സ്ത്രീധനം കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ് ബന്ധുര നാട്ടിലെത്തി. ബാലചന്ദ്രനോടൊപ്പമാണ് ബന്ധുര സഹകരണ ബാങ്കിൽ ചെന്ന് രൂപയെടുത്തത്. പിറ്റേ ദിവസമാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. നാളെ രൂപയുമായി വീട്ടിൽ പോയാൽ പോരെ ബാലചന്ദ്രൻ സാറെ? ബന്ധുര ചോദിച്ചു. ടീച്ചറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ബന്ധുര ചോദിച്ചു. ബാലചന്ദ്രൻ സാർ എന്താ ഡ്രസ്സ് മാറാത്തെ? ഞാൻ വരുന്നില്ല ടീച്ചറെ, ടീച്ചർ പോയാൽ മതി, ഞാൻ അവിടെ കൊണ്ടുവിടാം. ബന്ധുര പിന്നെ നിർബന്ധിച്ചില്ല. താൻ ചാപിള്ളയെയാണ് പ്രസവിക്കുന്നതെന്ന് ഇന്ദുലേഖ പറഞ്ഞത് ബാലചന്ദ്രൻ സാറിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ബാലചന്ദ്രൻ ബന്ധുരയെ പടിപ്പുര വാതിൽക്കൽ ഇറക്കിയിട്ട് തിരികെ പോന്നു. ഇന്ദുലേഖയും വിശ്വജിത്തും അവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണപ്രിയ ആരും കേൾക്കാതെ ബന്ധുരയോട് പറഞ്ഞു. ഇന്ദു ചേച്ചി ഇതുവരെ പോയില്ല, ഇനി പോകണില്ല എന്നാ പറയണത്. മാസാമാസം ബന്ധുരേച്ചി പണം അയക്കുന്നത് കൊണ്ടേ കെട്ടിയവനും കെട്ടിയൊക്കും സുഖല്ലേ, മെയ്യനങ്ങാണ്ട് കഴിഞ്ഞുകൂടാലോ. കല്യാണം കഴിയുന്നവരെ നീ വഴക്കിനൊന്നും പോകണ്ട, ബന്ധുര പറഞ്ഞു. രാജേന്ദ്രന്റെ വീട്ടിൽ നിന്നും ദാക്ഷായണി ചേച്ചിയെ കൂടാതെ 3-4 പേരെ വന്നുള്ളൂ. സ്ത്രീധനപ്പണം 1,00,000 രൂപ ബന്ധുരയാണ് ചെറുക്കന്റെ അച്ഛനെ ഏൽപ്പിച്ചത്. 2 ആഴ്ച കഴിഞ്ഞ് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച് വിവാഹം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അതിഥികൾ പോയതിന് പിന്നാലെ ബന്ധുരയും പുറപ്പെടാനൊരുങ്ങി. നിനക്ക് എന്താ ബന്ധുര ഇത്ര ധൃതി? അതോ കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ വേണ്ടാതായോടി? ദേവികയമ്മ തെല്ലി സങ്കടത്തോടെ ചോദിച്ചു. ഈ ചോദ്യം അമ്മ സ്വയം ചോദിക്ക്, ഉത്തരം കിട്ടും. ബന്ധുര പിന്നെ കൃഷ്ണപ്രിയയെ അടുത്ത് വിളിച്ചു. കല്യാണത്തിന് നേരത്തെ വരാം. സ്വർണമൊക്കെ ഞാൻ വന്നിട്ട് എടുത്താ പോരെ? മതി ബന്ധുരേച്ചി, ഞാൻ വെറുതെ പറയണതല്ല. നേരത്തെ സ്വർണം എടുത്ത ഇന്ദു ചേച്ചിയും വിശ്വൻ ചേട്ടനും അത് മോഷ്ടിക്കും, ഉറപ്പാ. പിന്നെ അവൾ അടക്കിയ സ്വരത്തിൽ ഒരു രഹസ്യം പോലെ പറഞ്ഞു. ബന്ധുരേച്ചി, ഇവിടെയുള്ള പലതും ഇവിടെ കാണാനില്ല. ഓട്ടുമുന്തും കിണ്ടിയും വരെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം 2-3 ബ്ലൗസ് തയ്ച്ചു കിട്ടിയ 30 രൂപ മേശപ്പുറത്ത് വെച്ചിട്ടേ കുളിക്കാൻ പോയ നേരമേ ആയുള്ളൂ. തിരിച്ചു വരുമ്പോ രൂപയില്ല. ചോദിച്ചപ്പോ പിന്നെ വഴക്കായി. ഇവര് കാരണം സഹി കേട്ടു ചേച്ചി. 2 ആഴ്ച കൂടി സഹിക്ക് കൃഷ്ണൻ, ഞാൻ പോയിട്ട് കല്യാണത്തിന് വരാം. ബന്ധുര അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു. പോകണ പോക്ക് കണ്ടില്ലേ, വലിയ കളക്ടറാണെന്നാ വിചാരം. ഇന്ദുലേഖ വെറുപെടുത്തു. ബന്ധുര അന്ന് തന്നെ പാലക്കാട്ടേക്ക് പോയി. പിന്നെ കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് അവൾ വീട്ടിലെത്തിയത്. അന്ന് തന്നെ കൃഷ്ണപ്രിയയും കൂട്ടി ടൗണിൽ പോയി സ്വർണ്ണാഭരണങ്ങൾ എടുത്തു. വീട്ടിലുള്ളവർക്കെല്ലാം തുണിയും എടുത്തു. ബന്ധുര നിർബന്ധിച്ചപ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യത്തിലും സജീവമായി നിന്നു.
ഇന്ദുലേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് അവൾ തുറന്നു പറയുകയും ചെയ്തു. എന്റെ ഭർത്താവിനെ പണവും പത്രാസവും ഇല്ലാത്തത് കൊണ്ടാവും വിശ്വം എവിടാണ്ടായിട്ടും പുറത്തുനിന്ന് ഒരുത്തന്നെ ചുമതലക്കാരനാക്കിയത്. അത് കേട്ട് കൃഷ്ണപ്രിയ വെറുപെറുത്തു. ഓരോരുത്തരുടെ കുശുമ്പ് കണ്ടില്ലേ? പണം മുടക്കാൻ ഉണ്ടായിട്ടാ ചുമതലക്കാരനായത്. അല്ലാതെ അച്ചി വീട്ടിലെ എച്ചിൽ ഭക്ഷിച്ച് ജീവിക്കുന്നവരെ പിടിച്ച് ചുമതലക്കാരനാക്കാൻ പറ്റുമോ? നീ മിണ്ടാതിരിക്കുക കൃഷ്ണയെ. നാളെ ഒരു ദിവസം കൂടി നീ ക്ഷമിക്ക്. ബന്ധുര അവളുടെ കയ്യിൽ നിന്നുള്ളി. കല്യാണത്തിന് ബാലചന്ദ്രനാണ് കൃഷ്ണയുടെ കൈ പിടിച്ചു കൊടുത്തത്. സദ്യ കഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് പോകാറായപ്പോ കൃഷ്ണപ്രിയയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. അവൾ ബന്ധുരെ കെട്ടിപ്പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. എന്താ കൃഷ്ണൻ, സന്തോഷത്തോടെ വേണം നീ പോകാൻ, നീ കരയാതെ. അവളെ ആശ്വസിപ്പിക്കുമ്പോഴും ബന്ധുര ഉള്ളിൽ കരയുകയായിരുന്നു. ഒപ്പം കുടുംബത്തിന്റെ ബാധ്യതകളെല്ലാം തീർത്തതിന്റെ ആശ്വാസവും. ബാലചന്ദ്രന്റെ വീടുപണി തുടങ്ങിയിരുന്നു. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു വീടിന്റെ സ്ഥാനം. ട്യൂട്ടോറിയൽ കോളേജ് ഇരിക്കുന്ന സ്ഥലവും കെട്ടിടവും ബാങ്കിൽ പണയപ്പെടുത്തി 3 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. വീടുപണി ഏതാണ്ട് തീരാറായപ്പോഴേക്കും ബന്ധുരയുടെ പ്രസവത്തിന്റെ ദിവസമെടുത്തു. അവൾ 3 മാസത്തെ അവധിയിൽ വീട്ടിലെത്തി. എന്നത്തേക്കാ ബാലചന്ദ്രൻ സാറേ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്നത്? ബന്ധുര തമാശയായി ചോദിച്ചു. നമ്മളെ രണ്ടുപേരും മാത്രമാകുമ്പോ ഇരട്ട സംഖ്യയാണ്. അത് ശുഭലക്ഷണമല്ല. ഒറ്റ സംഖ്യ വേണം. അതുകൊണ്ട് ടീച്ചറിന്റെ വയറ്റിൽ കിടക്കണ മൂന്നാമൻ കൂടി ഒന്ന് വന്നോട്ടെ, എന്നിട്ട് മതി ഗൃഹപ്രവേശം. ബാലചന്ദ്രൻ ചിരിച്ചു. 2-3 തവണ വീട്ടിൽ ചെന്ന് ദേവകിയമ്മയെ സഹായത്തിന് വിളിച്ചെങ്കിലും ഓരോ ഒഴിവുകഴിവ് പറഞ്ഞ് വന്നില്ല. ബന്ധുരയ്ക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. തന്റെ ഒരു കാര്യം വന്നപ്പോ സഹായത്തിന് അമ്മ പോലുമില്ല. സാരില്ല ടീച്ചറെ, ഞാനില്ലേ, പിന്നെന്താ? ബാലചന്ദ്രൻ ആശ്വസിപ്പിച്ചു. പ്രസവത്തിന്റെ ദിവസം അടുത്തു വന്നു. ട്യൂട്ടോറിയൽ കോളേജിൽ പോലും പോകാതെ ബാലചന്ദ്രൻ ബന്ധുരയ്ക്ക് കൂട്ടിരുന്നു. കൃഷ്ണപ്രിയ സഹായത്തിന് വന്നത് ബാലചന്ദ്രന് വലിയൊരു ആശ്വാസമായിരുന്നു. ഡോക്ടർ പറഞ്ഞ ദിവസം തന്നെ ബന്ധുരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവളുടെ അടുത്തു നിന്നും ബാലചന്ദ്രനും കൃഷ്ണപ്രിയയും മാറാതെ നിന്നു. ഡോക്ടർ ബന്ധുരയെ വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വന്നേക്കും. രക്തം ആവശ്യമായി വന്നാൽ അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ബാലചന്ദ്രൻ ട്യൂട്ടോറിയൽ കോളേജിലെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും വിവരമറിയിച്ചു. അവരെല്ലാം രക്തം കൊടുക്കാൻ സന്നദ്ധരായിരുന്നു. ബാലചന്ദ്രന്റെ രക്തമാണ് ആദ്യം എടുത്തത്. രക്തം പരിശോധിച്ചപ്പോ ഡോക്ടർക്ക് നേരിയൊരു സംശയമുണ്ടായി. സംശയം ദൂരീകരിക്കാനായി ബാലചന്ദ്രന്റെ രക്തം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. അപ്പോൾ ആ നടുക്കുന്ന സത്യം അറിഞ്ഞു. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ. ആ നടുക്കുന്ന സത്യം ഒടുവിൽ ബാലചന്ദ്രനും അറിഞ്ഞു. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ. താൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന രക്താർബുദം ബാധിച്ച രോഗിയാണ്. ഈശ്വര, അയാൾ തളർന്നുപോയി. തന്റെ ബന്ധുര ടീച്ചർ ഇതറിയുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ആ രാത്രി ബന്ധുര പ്രസവിച്ചു. ആൺകുഞ്ഞ്. ബാലചന്ദ്രനെ പോലെ ഒരാൺകുഞ്ഞ്. എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി ബാലചന്ദ്രൻ കുഞ്ഞിനെ കണ്ടു. കൺകുളിർക്കെ കണ്ടു. ബന്ധുര അയാളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. ബാലചന്ദ്രൻ സാറിന്റെ തനി പകർപ്പാ അല്ലേ ബന്ധുരേച്ചി? കുഞ്ഞിന്റെ കവിളിൽ തലോടിക്കൊണ്ട് കൃഷ്ണപ്രിയ പറഞ്ഞു. ബാലചന്ദ്രൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിഫലമായതേയുള്ളൂ. ഏറെ നേരം അവിടെ നിൽക്കാൻ ബാലചന്ദ്രന് കഴിഞ്ഞില്ല. ഇനിയും ഇവിടെ നിന്നാൽ സർവം മരുന്ന് പൊട്ടിക്കരഞ്ഞു പോവും. ബാലചന്ദ്രൻ വരാന്തയിലെ ഇരുളിലേക്ക് നീങ്ങി നിന്നു. ആരും അടുത്തില്ലെന്ന് ഉറപ്പ് വന്നപ്പോ അയാൾ ഭിത്തിമേൽ മുഖം ചേർത്ത് വിങ്ങി വിങ്ങി കരഞ്ഞു. ഇടനെഞ്ച് പൊട്ടിക്കരഞ്ഞു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ ബന്ധുര ടീച്ചർക്ക് ആരുമില്ലാതാവും. ആരും. ഈശ്വര. പിറ്റേ ദിവസം ദേവകിയമ്മ ആശുപത്രിയിൽ വന്നു. അമ്മയ്ക്ക് വഴി തെറ്റിയതാണോ അതോ മകളെയും കുഞ്ഞിനെയും കാണാൻ തന്നെ വന്നതാണോ? കൃഷ്ണപ്രിയ പരിഹാസത്തോടെ ചോദിച്ചു. അതെന്താടി കൃഷ്ണ നീ കൊള്ളിച്ച് സംസാരിക്കണത്? ഞാൻ ഇങ്ങോട്ടല്ലാതെ വേറെ എവിടേക്കാ പോവേണ്ടത്? ദേവികയമ്മ അനിഷ്ടത്തോടെ ചോദിച്ചു. അല്ല, ഇത്രയും ദിവസമായിട്ടും അമ്മ ഇങ്ങോട്ടൊന്നും കാണാതിരുന്നതുകൊണ്ട് ചോദിച്ചതാ. കൃഷ്ണപ്രിയയ്ക്ക് ദേഷ്യമായിരുന്നു. ദേവികയമ്മ മിണ്ടിയില്ല. അവർ വിഷയം മാറ്റാനായി ബന്ധുരയോട് തിരക്കി. ബാലചന്ദ്രൻ സാർ എവിടെ? ട്യൂട്ടോറിയൽ കോളേജിലേക്ക് പോയി. എന്തോ പറയാൻ ദേവികയമ്മ 2-3 ആവർത്തി വായി തുറന്നു. പിന്നെ എങ്ങനെ പറയണമെന്നറിയാതെ വിഷമിച്ചു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം ബന്ധുര ചോദിച്ചു. അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണമ്മേ? അത് മോളെ ബന്ധുരെ, അവർ വിക്കി. പറഞ്ഞോളൂ അമ്മേ. ഈ മാസം പലചരക്ക് കടയിൽ പറ്റ് കൂടുതലാണ്. ദിവാകരൻ പറഞ്ഞു നാളെയെങ്കിലും പറ്റ് തീർക്കണമെന്ന്. മടിച്ച് ദേവകിയമ്മ പറഞ്ഞു. അതെന്താ അമ്മേ പറ്റുകൂടിയത്? ഇപ്പൊ കൃഷ്ണയെ അവിടെ ഇല്ലല്ലോ.
വിശ്വത്തിന്റെ അമ്മയും പെങ്ങന്മാരും കൂടി ഇപ്പൊ അവിടെ വന്ന് നിൽക്കുക. അതിന് മൂത്തവളെ കല്യാണം കഴിച്ചു വിട്ടതല്ലേ, പിന്നെ അവളെ എന്തിനാ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? മധുരയ്ക്ക് ദേഷ്യം വന്നു. അവളെ ഭർത്താവ് ഉപേക്ഷിച്ചിരിക്കുക, അവളെ രണ്ടു മക്കളും നമ്മുടെ വീട്ടിലാ. ആകെ മടുത്തു, ദേവകി അമ്മ സങ്കടത്തോടെ പറഞ്ഞു. അതുവരെ മിണ്ടാതെ നിന്ന കൃഷ്ണപ്രിയ പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്ക് നാണല്ലേ ഇവിടെ വന്ന് ഇങ്ങനൊക്കെ പറയാൻ? ചേ, ഇതെന്താ അമ്മേ, നമ്മുടെ വീട് സത്രമാണോ വരുന്നവർക്കും പോകുന്നവർക്കും കയറി കിടക്കാൻ? അമ്മ അവരെ ഇറക്കി വിടണം. അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ പറയും, ഞാൻ വന്ന് ഇറക്കി വിടാം. നാണോ മാനോ ഇല്ലാത്ത വർഗം. അവൾ പല്ലിറുമി. ബന്ധുരിച്ചി, നയാ പൈസ കൊടുത്തു പോരുത്. ഇവറ്റകൾക്ക് തിന്നു കൊഴുത്ത് നടക്കാനല്ല ബന്ധുരേച്ചി ജോലി ചെയ്യണത്. കൃഷ്ണപ്രിയയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ദുവിനോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ അവളോട് പറഞ്ഞു, അവളുടെ വീതം കൊടുത്ത പൊക്കോളാമെന്ന്. ഞാൻ എന്ത് ചെയ്യുമടി ബന്ധുരെ? ദേവകിയമ്മ നിസ്സഹായയായി. ഇപ്പൊ തന്നെ ഞാൻ പോയി അവറ്റകളെ ഇറക്കി വിടാമല്ലോ. നിൽക്ക് കൃഷ്ണൻ, ബന്ധുര തടഞ്ഞു. കൃഷ്ണൻ, ആ ബാഗ് എടുക്ക്. കൃഷ്ണപ്രിയ ബാഗ് കൊടുത്തു. അമ്മ പോയി പറ്റു തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി എന്റെ പേരിൽ പറ്റു കൊടുക്കരുതെന്ന് ദിവാകരൻ ചേട്ടനോട് പറയണം. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ നിന്നോളൂ. എന്താ? എനിക്ക് അവിടെ മടുത്തു മോളെ, ഞാൻ നിന്റെ കൂടെ നിന്നോളാം, ദേവകിയമ്മ പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രനും വന്നു. എന്നാ അമ്മ തനിച്ചു പോകണ്ട, ഞാനും കൂടി വരാം. ഇനി 4 നേരം തിന്നുന്നത് ഒന്ന് കാണാമല്ലോ. ദേവകിയമ്മയോടൊപ്പം കൃഷ്ണപ്രിയയും പോയി. എന്താ ടീച്ചറെ? ഏയ് ഒന്നുമില്ല ബാലചന്ദ്ര സാറേ, ഇന്ന് മുതൽ അമ്മ നമ്മുടെ കൂടെ നിൽക്കുക. ഓ, സമാധാനായി. കൃഷ്ണ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. എന്തായാലും നന്നായി, ബാലചന്ദ്രൻ ആശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബന്ധുരിയെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് പോകും മുമ്പ് ബാലചന്ദ്രൻ തനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ച ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശസ്ത ഡോക്ടർ സുരേന്ദ്രനാഥിന് ഒരു കത്തെഴുതി ബാലചന്ദ്രനെ ഏൽപ്പിച്ചു. നാളെ തന്നെ ഡോക്ടർ കാണും. ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കൂടി കൊണ്ടുപോകണം. ശരി ഡോക്ടർ, ബാലചന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഡോക്ടർ, ഒരിക്കലും എന്റെ ഭാര്യ ഇതറിയരുത്. ഇല്ല. ബാലചന്ദ്രൻ തിരിഞ്ഞു നടന്നു. തിരിച്ച് താമസ സ്ഥലത്ത് ചെല്ലുമ്പോൾ ട്യൂട്ടോറിയൽ കോളേജിലെ സഹപ്രവർത്തകരൊക്കെ കുഞ്ഞിനെ കാണാൻ വന്നിരുന്നു. അന്ന് രാത്രി കിടക്കുമ്പോൾ ബന്ധുര് ചോദിച്ചു, ബാലചന്ദ്രൻ സാറ് പറഞ്ഞത് മൂന്നാമതൊരാൾ വരുമ്പോ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാമെന്നല്ലേ? ഇനി എന്നത്തേക്കാ? നാളെ രാവിലെ ഞാനൊരു സ്ഥലം വരെ പോവുക. ചിലപ്പോ തിരികെ വരാൻ 2 ആഴ്ചയെങ്കിലും വൈകും. വന്നാൽ ഉടനെ നമുക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാം, അയാൾ ശാന്തമായി പറഞ്ഞു. ബാലചന്ദ്ര സാറ് എവിടേക്ക് പോവാ? ബന്ധുര അന്താളിപ്പോട് ചോദിച്ചു. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്താ. കുറച്ച് പണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അവനെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കിട്ടിയ ഗൃഹപ്രവേശത്തിന് മുമ്പ് വീടിന്റെ ചില്ലറ പണി കൂടി തീർക്കാലോ, അയാൾ ഒരു കള്ളം പറഞ്ഞു. നേരം പുലർന്നു. ബാലചന്ദ്രൻ കുളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ബന്ധുര മേശവലിപ്പ് വെറുതെ തുറന്നതാണ്. ഒരു കവർ കണ്ട് അവൾ അതെടുത്ത് നോക്കി. ഡോക്ടർ സുരേന്ദ്രനാഥ്, റീജിയണൽ ക്യാൻസർ സെന്റർ, തിരുവനന്തപുരം. അവൾ വേഗം കവർ തുറന്നു വായിച്ചു. ഓരോ വരിയിലൂടെയും കണ്ണുകൾ എഴഞ്ഞു നടക്കവേ ബന്ധുരയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ഹൃദയസ്പന്ദനം പോലും നിലച്ചതുപോലെ. ബാലചന്ദ്രൻ സാറിന് ബ്ലഡ് ക്യാൻസർ ആണത്രേ. തളർന്ന് തകർന്ന് നിലത്ത് വീണു പോകാതിരിക്കാൻ അവൾ മേശമേൽ അമർത്തിപ്പിടിച്ചു നിന്നു. ബാലചന്ദ്രൻ കുളി കഴിഞ്ഞു വന്നത് അവൾ അറിഞ്ഞില്ല. തന്റെ ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. എങ്ങും അന്ധകാരം. ടീച്ചർ എന്താ പുലർച്ചെ കിനാവ് കാണാ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചെന്നതും അഗ്നികുണ്ഡത്തിൽ ചവിട്ടിയതുപോലെ ഒരു പിടച്ചിലിൽ നിന്നുപോയി. ബന്ധുരയുടെ കയ്യിൽ ഡോക്ടർ സുരേന്ദ്രനാഥിനുള്ള കത്ത്. ആകാശവും ഭൂമിയുമെല്ലാം തലകീഴായി മറിയുന്നത് പോലെ. ബന്ധുരയുടെ മുഖം കാണാതിരിക്കാനായി ബാലചന്ദ്രൻ കണ്ണുകൾ ഇറുക്കെ പൂട്ടി നിന്നു. ഒരു നനുത്ത കരസ്പർശം ചുമലിൽ പതിഞ്ഞപ്പോ അയാൾ മെല്ലെ കണ്ണു തുറന്ന് ബന്ധുരയ്ക്ക് നേരെ മുഖമുയർത്തി. എന്തിനാ ബാലചന്ദ്രൻ സാറേ എന്നോട് കള്ളം പറഞ്ഞത്? സാറിന് ജീവന് തുല്യം സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവൾ ശക്തമായൊരു തേങ്ങലിൽ ബാലചന്ദ്രന്റെ മാറിൽ മുഖം പൊഴ്ത്തി. ടീച്ചർ കരയരുത്, കരയരുതേ, ഒരു യാചന പോലെ അയാൾ പറഞ്ഞു. ഈ നിമിഷം മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആശിച്ചു പോയി. എനിക്കിത് താങ്ങാനുള്ള ത്രാണിയില്ല സാറേ. അവൾ ഒരു ഭ്രാന്തിയെ പോലെ അയാളുടെ നെഞ്ചിൽ മുഖം തല്ലിക്കൊണ്ടിരുന്നു. ഏറെ നേരം ബാലചന്ദ്രന് ശബ്ദിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ആരിൽ നിന്നും ഒളിക്കണമെന്ന് ആഗ്രഹിച്ചുവോ അവൾ ആ സത്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ഒടുവിൽ അയാളുടെ ക്ഷീണിച്ച കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. ടീച്ചറെ, ടീച്ചർക്ക് അറിയരുത്. ഈ കണ്ണുകൾ നിറയുന്നത് കാണാൻ എനിക്കാവില്ല. ഞാൻ ഇതുവരെ സംഭരിച്ചു വെച്ച ധൈര്യമെല്ലാം ചോർന്നു പോകും.
എന്നെ ടീച്ചർ സന്തോഷത്തോടെ യാത്രയാക്കണം. ഞാൻ തിരിച്ചു വരും. അസുഖമെല്ലാം ഭേദമായി ഞാൻ തിരിച്ചു വരും. ടീച്ചർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾ ബന്ദരിയെ അടർത്തി മാറ്റി. പിന്നെ വേഷം മാറി. ഞാൻ ഞാൻ പോയി വരട്ടെ ടീച്ചറെ. ഒരു യാത്രാമൊഴി. ഈ ജീവിതത്തിൽ നിന്ന് തന്നെയാണോ ബാലചന്ദ്രൻ സാർ തന്നോട് യാത്ര ചോദിക്കുന്നത്? തൊട്ടിലിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിളം പൈതലിന്റെ മുഖത്ത് ബാലചന്ദ്രൻ ഒരു ചൂട് ചുംബനം കൊടുത്തു. പിന്നെ മുഖമുയർത്തി ബന്ധുരയെ നോക്കി. ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു ബന്ധുര. ബാലചന്ദ്രൻ കണ്ണുകളാൽ ഒരിക്കൽ കൂടി അവളോട് യാത്രാമൊഴി ചൊല്ലി പുറത്തേക്ക് ഇറങ്ങി നടന്നു. ബന്ധുര ഒരു തളർച്ചയോടെ നിശ്ചലം നിന്നു. ഇന്ദുലേഖ വരാന്തയിലൂടെ ഉലാത്തുകയായിരുന്നു. ഇടയ്ക്കിടെ അവൾ വഴിയിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു. അമ്മ ബന്ധുരച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. കുഞ്ഞിനെ നോക്കാനും വീട്ടുജോലി ചെയ്യാനുമായി ബന്ധുരച്ചി അമ്മയെ അവിടെ പിടിച്ചു വെച്ച് കാണും. മാളൂട്ടി നിർത്തലില്ലാതെ കരയുകയാണ്. നാശം പിടിച്ച എന്റെ തൊള്ള തുറന്നുള്ള കരച്ചിൽ കേട്ടില്ലേ, ചെവി തല കേൾപ്പിക്കില്ല. വിശ്വജിത്തിന്റെ അമ്മ ജാനമ്മ പെറുപെറുത്തുകൊണ്ട് വരാന്തയിലേക്ക് ചെന്നു. ഇന്ദുലേഖ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാത്ത മട്ടിൽ വഴിയിലേക്ക് കണ്ണു നട്ട് വരാന്തയിൽ നിൽക്കുകയായിരുന്നു. എന്തോ നാടി, പകൽ കിനാവ് കാണുകയാണോ? വെടി പൊട്ടണതുപോലെ കൊച്ചു കരയണത് കേട്ടില്ലേ? ജാനമ്മ ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് നോക്കി ശപിച്ചു. ശവത്തിന്റെ കരച്ചിൽ കേട്ടില്ലേ? വല്ല പഴന്തൊടി കഷ്ണം വായിൽ തിരികെ വെക്ക്. അമ്മയ്ക്ക് കുഞ്ഞിനൊന്ന് എടുത്താലെന്താ? കയ്യിലെ വള ഊരി പോവോ? ഇന്ദുലേഖ വഴിയിൽ നിന്നുള്ള നോട്ടം പിൻവലിച്ച് ജാനമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അയ്യടി, നീ വെറ്റുകൂട്ടുന്ന പിള്ളേരെ പുന്നാരിക്കലല്ലേ എന്റെ പണി. ഈ അസുരവത്തിന്റെ തിരുമോന്ത ഭൂമിയിലോട്ട് കെട്ടെടുത്തപ്പോ മുതലാ എന്റെ കുടുംബത്തിന് നാശം ഉണ്ടാകാൻ തുടങ്ങിയത്. ജാനമ്മ ചൊടിച്ചു. ദേ തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്റെ വീടാ. ഇവിടെ കിടന്ന് അലറിയാലുണ്ടല്ലോ കഴുത്തെ പിടിച്ച് പുറത്തു തള്ളും. പിന്നെ തള്ളിയും മക്കളും പെരുവഴിയിൽ കിടക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് ഇന്ദുലേഖ അകത്തേക്ക് പോയി. ജാനമ്മയും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ ഇന്ദുലേഖയുടെ പിന്നാലെ ചീറിക്കൊണ്ട് പാഞ്ഞു ചെന്നു. അയ്യടി, അവളുടെ ഒരു വീടിന്റെ ഒരു മുഴുപ്പ്. നീ ഇറക്കി വിടുകയൊന്നും വേണ്ടടി, ഞങ്ങള് പോയിക്കോളാം. എന്റെ മകനെ കിട്ടാനുള്ള ഇവിടുത്തെ വീട് ഇങ്ങ് തന്നേക്ക്. ഈ നിമിഷം ഞങ്ങള് പോയിക്കോളാം. നിങ്ങൾക്ക് നാണമില്ലേ തള്ളേ? ഒരു ഉളുപ്പുമില്ലാതെ മകന്റെ അച്ഛ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് വീതം ചോദിക്കാൻ. ഛേ, വൃത്തികെട്ട വർഗം. ഇല്ലടി, എനിക്കൊരു എളുപ്പമില്ല. നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് എന്റെ മകനെ ചതിക്കില്ലായിരുന്നോടി? നിന്റെ അനുജതിക്ക് സ്ത്രീധനമായി കൊടുത്തത് എത്രയാ? 25 പവനും 1,00,000 രൂപയും. എന്റെ മകനോ 50,000 ഒലുവയും 10 പവനും. അതും കല്യാണ സമയത്ത് 1.25 പവൻ കടവും. അങ്ങനെ നോക്കുമ്പോ ഈ വീടിന്റെ സ്ഥലത്തിന്റെ വീതം പോരടി. ഇത് മൊത്തമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. അതല്ലേ നിന്റെ അനുജത്തിക്ക് കൊടുത്ത അത്രയും തന്നെ സ്ത്രീധനം എന്റെ വിശ്വനും കിട്ടണം. അല്ലാതെ സമ്മതിക്കില്ലടി. ഈ ജാനമ്മേനെ വരട്ടാമെന്നൊന്നും നീ കരുതലടി. ജാനമ്മ ഭീഷണി പോലെ പറഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു. അവിടെ നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ കട്ടിലിൽ കിടന്നുകൊണ്ട് ആഴ്ചപതിപ്പ് വായിച്ച് രസിക്കുകയായിരുന്നു വിശ്വജിത്തിന്റെ ഇളയ പെങ്ങൾ ഉഷ. അതുകൂടി കണ്ടപ്പോൾ ഇന്ദുലേഖയ്ക്ക് കോപം ഇരട്ടിച്ചു. വായിച്ചു സൂഹിക്കാൻ കണ്ടൊരു നേരം. ഇന്ദുലേഖ അവളുടെ കയ്യിൽ നിന്നും ആഴ്ചപതിപ്പ് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞു. കുഞ്ഞു കരഞ്ഞിട്ടും അതിനൊന്നും എടുക്കുക പോലും ചെയ്യാതെ വായിക്കണു. തള്ളി മോളും എന്റെ ജീവിതവും കൂടി തുലച്ചു മുടിപ്പിക്കാൻ വന്നിരിക്കുക. ഇന്ദു ചേച്ചി, ഉഷ കട്ടിലിൽ നിന്ന് ചാടി എണീറ്റു. തോന്നിയാസം പറയരുത്. ഞാൻ ആഴ്ചപതിപ്പ് വായിക്കണത് നിങ്ങളുടെ കണ്ണുകൊണ്ടല്ല. എന്റെ അടുത്ത് അഭ്യാസം ഇറക്കിയാലുണ്ടല്ലോ, ഏട്ടത്തെയാണെന്നോ മൂത്തതാണെന്നോ ഞാൻ നോക്കില്ല. ജാനമ്മയുടെ മകളാ ഞാൻ. അടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. ഉഷ പല്ലിറുമി. അവളുടെ മുഖം അടച്ചൊന്ന് പൊട്ടിക്കുവാൻ തോന്നിയെങ്കിലും ഇന്ദുലേഖ ദേഷ്യം ഉള്ളിലൊതുക്കി കുഞ്ഞിനെയും മുഖത്തെടുത്ത് വരാന്തയിലേക്ക് പോയി. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വഴിയിലേക്ക് നോക്കി. രാവിലെ ടൗണിലേക്ക് പോയ വിശ്വജിത്ത് സന്ധ്യയോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോഴും ഇന്ദുലേഖ മാളുട്ടിയും ഒക്കത്തെടുത്ത് മുറ്റത്ത് നിൽക്കുകയായിരുന്നു. നീ എന്താ ഇവിടെ തന്നെ നിൽക്കണത്? കൊച്ചു ഉറക്കം പിടിച്ചുല്ലോ, അകത്തുകൊണ്ടേക്ക് കിടത്ത്. വിശ്വജിത്ത് മാളൂട്ടിയെ മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മ ബന്ധുരേച്ചിട്ട് വീട്ടിൽ പോയിട്ടേ 2 ദിവസം കഴിഞ്ഞു. അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ഇന്ദുലേഖ ചോദിച്ചു. എന്നിട്ട് വേണം ഭാഗ്യോദ്യോഗസ്ഥരുടെയും ട്യൂട്ടോറിയൽ കോളേജ് വാദ്യരുടെയും വായിലിരിക്കുന്നത് കേൾക്കാൻ. പാവപ്പെട്ടവനാണേലും എനിക്ക് അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ട്. എനിക്ക് പറ്റില്ല അവിടെ പോകാൻ. അത് കേട്ടുകൊണ്ടാണ് ജാനമ്മ അവിടേക്ക് ചെന്നത്. എന്തോ നട വിശ്വ, എവിടെ പോകണ കാര്യ നീ പറയണത്? ഇന്ദുവിന്റെ അമ്മ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോയിട്ടേ 2 ദിവസം കഴിഞ്ഞില്ലേ. അവിടെ പോയെന്ന് തിരക്കാൻ ഇവള് പറയായിരുന്നു. ആ തള്ളച്ചിയെ എഴുന്നള്ളിച്ചോണ്ട് വരാൻ നീ പോകണ്ടട വിശ്വ. ഒരു കണക്കിന് അത് പോയത് നന്നായി. നീ പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ജാനമ്മ അതും പറഞ്ഞ് തിരിച്ചു നടന്നു. ജാനമ്മ പോയി കഴിഞ്ഞപ്പോൾ ഇന്ദുലേഖ പറഞ്ഞു. അമ്മയെ പോയി കാണാൻ പറഞ്ഞതേ മറ്റൊന്നും കൊണ്ടല്ല വിശ്വം.
ദിവാകരൻ ചേട്ടന്റെ കടയിലെ പറ്റ് തീർന്നിട്ടില്ല. ബന്ധുരേച്ചിയുടെ രൂപ വാങ്ങാനാ അമ്മ പോയത്. പറ്റ് കൊടുത്തില്ലേ ദിവാകരൻ ചേട്ടന്റെ മുഖം മുഷിയും. നാക്കിന് എല്ലില്ലാത്ത ആളാ. വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും ചെയ്യും. അതോർത്ത് പറഞ്ഞതാ. ഇങ്ങനെ ഒരു വിപത്തുണ്ടെന്ന് വിശ്വജിത്തും അപ്പോഴാണ് ഓർത്തത്. ബാങ്ക് ഉദ്യോഗസ്ഥ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. എന്തായാലും നാളെ ആട്ടെ, നീ വാ. അതും പറഞ്ഞ് വിശ്വജിത്ത് വീട്ടിലേക്ക് കയറി. പിന്നാലെ ഇന്ദുലേഖയും. പിറ്റേ ദിവസം രാവിലെ മാളൂട്ടിയെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇന്ദുലേഖയുടെ അടുത്തേക്ക് ജാനമ്മ ചെന്നു. മോളെ എന്തു? ഉച്ചയ്ക്ക് പ്രാതല് വെക്കാൻ 1 മണി അരി പോലും ഇവിടെ ഇല്ലാലോടി. നീ പോയി ദിവാകരന്റെ പറ്റുകടയിൽ പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വാ. ജാനമ്മ സ്നേഹം നടിച്ചു പറഞ്ഞു. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കും ഈ തള്ള. മാളൂട്ടിയുടെ ബിസ്ക്കറ്റും തീർന്നതുകൊണ്ട് കടയിൽ പോകാതിരിക്കാനും പറ്റില്ല. ഇന്ദുലേഖ വേഷം മാറി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു. മാളൂട്ടിയെ നോക്കിക്കോണം. നീ വേഗം ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ നോക്ക്. ജാനമ്മ വിളിച്ചു പറഞ്ഞു. ഇന്ദുലേഖയെ കണ്ടപ്പോ ദിവാകരന്റെ മുഖം കറുത്തു. എന്താ വന്നത്? അരിയും കുറച്ച് പലചരക്ക് സാധനം വേണം. അമ്മ ബന്ധുരു ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുക. വന്നാലുടനെ പറ്റു തീർത്തോളം. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അയ്യോ എന്റെ കൊച്ചെ, പറ്റെല്ലാം 2 ദിവസം മുമ്പ് ദേവികമ്മ വന്ന് തീർത്തല്ലോ. ഇന്ദുലേഖയ്ക്ക് സന്തോഷമായി. പറ്റു മുഴുവൻ തീർത്തതുകൊണ്ട് ഇനി എത്ര വേണമെങ്കിലും പറ്റാം. വീണ്ടും ദിവാകരന്റെ പരുക്കൻ ശബ്ദം. പക്ഷേലേ, ഇനി മുതല് ഒരു നയാ പൈസ പോലും കടം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ ദേവികയമ്മയും ഇളയ മോളും പോയിരിക്കുന്നത്. ഇനി മുതലേ അവര് പറ്റു തീർക്കില്ലാന്ന്. ഇത് കേട്ടതും ഇന്ദുലേഖയുടെ മുഖം മങ്ങി. ദിവാകരൻ ചേട്ടൻ അതൊന്നും കാര്യാക്കണ്ട, അമ്മ വെറുതെ പറഞ്ഞതാ. അവൾ ഒന്ന് നിർത്തിയിട്ട് കയ്യിലുള്ള കുറിപ്പടി ദിവാകരന് നേരെ നീട്ടി. ഇതൊക്കെ ഒന്ന് വേഗം എടുത്തതാ. ഇത് കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. കാശുണ്ടോ? സാധനം തരാം. ദിവാകരൻ ചേട്ടാ, അത് ഒന്നും പറയണ്ട. ഇനി മുതലേ കാശ് തരാതെ എന്റെ കടയിൽ നിന്ന് ഒന്നും കിട്ടില്ല. അയാൾ അറുത്തു മുറിച്ച് പറഞ്ഞു. നിന്ന് നേരം കളയാതെ പോയട്ടെ. ദിവാകരൻ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. 4-5 നിമിഷം കൂടി അവിടെ നിന്നിട്ട് ഇന്ദുലേഖ വർദ്ധിച്ച ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു. അവൾ നേരെ പോയത് ബന്ധുരയുടെ അടുത്തേക്കായിരുന്നു. അവൾ വരുന്നത് ആദ്യം കണ്ടത് ദേവികയമ്മയാണ്. മോളെ ബന്ധുരെ, ഇന്ദു വരണുണ്ട്, ദേവികയമ്മ വിളിച്ചു പറഞ്ഞു. ബന്ധുര ഒന്നും മിണ്ടിയില്ല. അവളുടെ വരവിന്റെ അർത്ഥം ബന്ധുരയ്ക്ക് മനസ്സിലായി. ഇന്ദു, നിന്റെ കുഞ്ഞെവിടെ? മാളൂട്ടിയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ദേവികയമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു. കളക്ടർ ഉദ്യോഗസ്ഥരുടെ കൂടെ സുഖിച്ചു കഴിഞ്ഞപ്പോ വീടും കൂടുമെല്ലാം മറന്നു. ആട്ടെ, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, അമ്മ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ? അവൾ അകത്തേക്ക് കയറുന്നതിനിടയിൽ ദേഷ്യത്തെ ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ പറയണത്? നീ പ്രസവിച്ചു കിടന്നപ്പോ നിന്നെ ഞാൻ നോക്കിയില്ലേ? നിന്നെ പോലെ തന്നെ ഇവളും എന്റെ മകളാ. ഇവിടെ വേറെ ആരും സഹായത്തിനില്ലാത്തപ്പോ ഞാനല്ലാതെ പിന്നെ ആരാ ഇവിടെ ഒന്ന് സഹായിക്കേണ്ടത്? ദേവികയമ്മയ്ക്കും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണോ ദിവാകരൻ ചേട്ടനോട് ഇനി പറ്റു കൊടുക്കണ്ടെന്ന് ചട്ടം കെട്ടിപ്പോന്നത്? അമ്മ അവിടെ ഇല്ലാന്ന് വെച്ച് ഞങ്ങൾ വായു ഭക്ഷിച്ചു കഴിയോ? ഇന്ദുലേഖ ശബ്ദമുയർത്തി ചോദിച്ചു. അടുത്ത മുറിയിൽ കിടന്ന് ബന്ധുര എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്ദുലേഖ അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു. ഓ, തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്ദുലേഖ കടുപ്പിച്ചു ചോദിച്ചു. നിനക്കിപ്പോ എന്താ വേണ്ടത്? ബന്ധുര അവൾക്ക് നേരെ തല തിരിച്ചു. ഞങ്ങളെന്താ പട്ടിണി കിടന്ന് ചത്തോട്ടെന്ന് കരുതിയോ? പത്രാസുള്ളൊരു ജോലിയും കയ്യിൽ ഇത്തിരി കാശുണ്ടെന്ന് കരുതി നകളിക്കരുതേ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവണ ഭാഷ പറയ്. ഓ, ഇനി മനസ്സിലാവണ ഭാഷയിൽ തന്നെ പറഞ്ഞേക്കാം. ഇന്ദുലേഖ ഒന്ന് നിർത്തിയിട്ട് ബന്ധുരയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ദിവാകരൻ ചേട്ടന്റെ പലചരക്ക് കടയിന്ന് പറ്റു കൊടുക്കണ്ടെന്ന് ചേച്ചിയാണോ പറഞ്ഞത്? അതെ, അതിനെന്താ? അവിടെ ഇപ്പോ ആരും ഇല്ലല്ലോ. അമ്മ എന്റെ കൂടെ പോന്നു. കൃഷ്ണയെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെന്തിനാ പറ്റ്? ബന്ധുര ഒന്നും പറയാത്ത മട്ടിൽ പറഞ്ഞു. അമ്മയും കൃഷ്ണയും മാത്രമേ അവിടെ ഉള്ളോ? ഞങ്ങള് പിന്നെ മനുഷ്യരല്ലേ? നിന്നെയും കല്യാണം കഴിച്ചയച്ചതാ. നീ താമസിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാ. നിനക്കും കുഞ്ഞിനും ചെലവിന് തരേണ്ടത് നിന്റെ ഭർത്താവാണ്, ഞാനല്ല. ബന്ധുര അറുത്തു മുറിച്ചു പറഞ്ഞു. ഇന്ദുലേഖ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ബന്ധുര ഈശയോടെ തല കുടഞ്ഞു. നിനക്കും നിന്റെ ഭർത്താവിന് മാത്രമല്ല, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ചെലവിന് കൊടുക്കാൻ ഞാനെന്താ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇളമുറക്കാരിയോ? കടുത്ത സ്വരത്തിൽ ബന്ധുര ചോദിച്ചു. എനിക്കുകൂടി അവകാശപ്പെട്ട വീടും സ്ഥലവും കൈക്കലാക്കാനുള്ള അടവൊന്നും എന്റെ അടുത്ത് വേണ്ട. പട്ടിണിക്കിട്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാമെന്നും കരുതണ്ട. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ വീതം കിട്ടണം. അതുവരെ ഞങ്ങൾ അവിടെ താമസിക്കും. അവൾ ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞു നടന്നു. വാതിൽക്കുളോളം ചെന്നിട്ട് അവൾ തിരിഞ്ഞു നിന്ന് ബന്ധുരയെ കടുപ്പിച്ചൊന്നു നോക്കി. ഈ നെകളിപ്പേ അധികാലം വേണ്ടിവരില്ല. കഴിഞ്ഞ ദിവസം ബാമിനിയോപ്പെ ഞാൻ കണ്ടു. ദേവനാരായണൻ ഉടനെ പരോളിൽ വരുമെന്ന്. ഏതു നേരം അയാള് ചേച്ചിയെ തേടി വരും. കരുതിയിരുന്നോ? ദേവനാരായണൻ
ആ പദം കേട്ടതും ബന്ധുരയുടെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. എന്നെ തൂക്കിക്കൊല്ലാനൊന്നും ഒരു കോടതിയും വിധിക്കില്ലടി. ഞാൻ പുറത്തു വരും. എന്നെ ചതിച്ച് ജയിലിലാക്കിയിട്ട് ബാലചന്ദ്രന്റെ കൂടെ ജീവിക്കാനാണ് നിന്റെ പൂതിയെങ്കിൽ വിടില്ല നിന്നെ ഞാൻ. കൊന്നു കൊലവിളിക്കും. നിന്നെ മാത്രമല്ല അവനെയും. കോടതി വരാന്തയിൽ വെച്ച് പറഞ്ഞ ദേവനാരായണന്റെ വാക്കുകൾ ബന്ധുരയുടെ കാതുകളിൽ ഇരമ്പിയാർന്നു. ഇന്ദുലേക്ക് ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു. ദിവാകരൻ പലചരക്ക് സാധനങ്ങൾ കടം തന്നില്ലെങ്കിൽ പട്ടിണി കടന്ന് മരിക്കേയുള്ളൂ. ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ കടുത്ത നിരാശയായിരുന്നു. ബന്ധുരേച്ചിയോടൊപ്പം ചേർന്ന അമ്മയും തന്നെ തോൽപ്പിക്കുകയാണ്. അമ്മ ബന്ധുരേച്ചിയുടെ കൂടെ ആയതുകൊണ്ട് വീടും സ്ഥലവും ബന്ധുരേച്ചിയുടെ പേരിൽ എഴുതി കൊടുക്കുമോ എന്ന് പോലും ഇന്ദുലേഖ ഭയന്നു. ക്ഷീണിച്ച ആഴ്ചയായി ഒതുക്കുകല്ല് കയറി മുറ്റത്തേക്ക് നടക്കുമ്പോൾ വരാന്തയിൽ ജാനമ്മയോടൊപ്പം ഇരിക്കുന്ന ശ്യാമളയെ അവൾ കണ്ടു. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയ മരുമകൾ വെറും കൈയോടെ വരുന്നത് കണ്ടപ്പോ ജാനമ്മയ്ക്ക് കലി കയറി. നില്ലടി അസ്തെ. ഇന്ദുലേഖ തിരിഞ്ഞു നിന്നു. ഇത്ര നേരം എവിടെ പോയി തെണ്ടി തിരിഞ്ഞു നടക്കുമായിരുന്നോടി മൂദേവി. വയറ് കത്തിക്കാളുക. അപ്പോഴാ അവളുടെ ഒരു ഊരുചുറ്റല്. ജാനമ്മ അലറും പോലെ പറഞ്ഞു. വയറേ കത്തി കാളത്തേ ഉള്ളൂ. വിശപ്പ് സഹിക്കാൻ വൈകിയേ മകനോട് പറയും ജോലി ചെയ്ത് വല്ലതും വാങ്ങിക്കൊണ്ടുവരാൻ. അതല്ലേ ഇതിനു മുമ്പ് അടുക്കള പണിക്കും കെട്ടുപണിക്കും മണ്ണ് ചുമക്കാനും ഒക്കെ പോയതുപോലെ നിങ്ങൾ പണിക്ക് പോ. മെയ്യാനങ്ങാതെ മൂക്കുമുട്ട തിന്നു കൊഴുത്തപ്പോ എന്റെ നേരെ മെക്കിട്ട് വരാൻ വരുന്നതല്ലേ? കോപം കൊണ്ട് അവളുടെ മുഖം ചുവന്നു തുടുത്തു. നീ എന്തു പറഞ്ഞടി ആസത്തെ? എന്നെ ഭരിക്കാൻ വരുന്നോടി? നിന്നെ ഇന്ന് ഞാൻ. ജാനമ്മ ഒരു കുതിപ്പിൽ അവളുടെ തലമുടി കുത്തിൽ പിടുത്തമിട്ടു. എന്തിലേക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ജാനമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ബന്ധുരയോടുള്ള അടക്കാനാവാത്ത അരിശം മുഴുവൻ ഇന്ദുലേഖ ആ പിടുത്തത്തിൽ തീർത്തു. അവൾ ജാനമ്മയുടെ കഴുത്തിലെ പിടിമുറുക്കി. അയ്യോ ഓടി വരണേ! വിശ്വ, ഉഷേ, ശ്യാമളെ, ഈ പട്ടിച്ച് എന്നെ കൊല്ലുന്നേ! ഓടിവായോ! ജാനമ്മ വേദന കൊണ്ട് അലറി വിളിച്ചു. നിങ്ങളെ ഞാൻ കൊല്ലും തള്ളേ. എന്റെ വീട്ടിൽ വന്ന് കുടിയേറി പാർത്തിട്ട് എന്നെ തല്ലാൻ വരുന്നു. ഇന്ദുലേഖ മുരണ്ടു. അകത്ത് ആഴ്ചപ്പതിപ്പ് വായിച്ചുകൊണ്ടിരുന്ന ഉഷയും സാരി മാറിക്കൊണ്ടിരിക്കുന്ന ശ്യാമളയും ജാനമ്മയുടെ കരച്ചിൽ കേട്ട് വരാന്തയിലേക്ക് ഓടി വന്നു. അമ്മയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിൽക്കുന്ന ഇന്ദുലേഖയെ കണ്ട് ശ്യാമളയും ഉഷയും ഭയന്നുപോയി. വിടടി എന്തിരവളെ, വിടാൻ! ശ്യാമളയും ഉഷയും ബലമായി ഇന്ദുലേഖയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ദുലേഖ പിടിമുറുക്കിയതേയുള്ളൂ. ജാനമ്മ കുതറി. ഉച്ചമയക്കത്തിലായിരുന്ന വിശ്വജിത്ത് പുറത്തെ ഒച്ചയും ബഹളവും കേട്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. വരാന്തയിലേക്ക് പാഞ്ഞു ചെന്ന അവനും ഒരു നിമിഷം സ്തബ്ധനായി. ഇന്ദുലേഖയുടെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് അമ്മ. അവൻ വർദ്ധിച്ച ദേഷ്യത്തോടെ ഇന്ദുലേഖയെ പിടിച്ചു മാറ്റി. പിന്നെ ശക്തിയിൽ അവളുടെ കവിളിലടിച്ചു. തോന്നിയാസം കാണിക്കുന്നോടി, നീ അമ്മയെ കൊല്ലാൻ നോക്കണോടി ചൂലെ! വിശ്വജിത്ത് അടിമുടി വിറച്ചു. വീണ്ടും അടിക്കാൻ ഉയർത്തിയ വിശ്വജിത്തിന്റെ കയ്യിൽ ഇന്ദുലേഖ ബലമായി പിടുത്തമിട്ടു. തൊട്ടുപോരു തന്നെ! അവൾ ഈറ്റപ്പുലിയെ പോലെ അവന് നേരെ ചേറി. ഈ തള്ളയുടെയും പെങ്ങന്മാരുടെയും എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് എന്നെ തല്ലുന്നു. ഇനി എന്നെ തല്ലിയാലുണ്ടല്ലോ ഇന്ദുലേഖ ആരാണെന്ന് കാണിച്ചു തരും. അവളുടെ അപ്പോഴത്തെ മട്ടും ഭാവവും കണ്ട് വിശ്വജിത്ത് ഒന്ന് പതറി. കണ്ടോ കണ്ടോ, അവളുടെ വീടാണെന്നുള്ള അഹന്തയാ. ജാനമ്മ കള്ളക്കണ്ണീർ ഒഴുക്കി പറഞ്ഞു. എടാ മോനെ വിശ്വ, ഉച്ചയ്ക്ക് ഇവിടെ കഞ്ഞി പോലും വച്ചിട്ടില്ലടാ. അരി സാധനങ്ങൾ വാങ്ങാൻ രാവിലെ കെട്ടിയെന്നുള്ളിച്ച് പോയ ഇവളെ രണ്ടു കൈയും വീശി വന്നത് കണ്ടില്ലേ? രണ്ട് പൊട്ടിച്ചിട്ട് ചോദിക്കടാ എവിടെ ആയിരുന്നെന്ന്. അതെ, നല്ല തല്ലു കൊള്ളുമ്പോ ഇവൾ അടങ്ങിക്കോളും. അതെങ്ങനാ? ഇവൻ പെങ്കോന്തനല്ലേ? ശ്യാമള മുന്നോട്ട് നീങ്ങി നിന്നിട്ട് എരുതിയിൽ എണ്ണയൊഴിക്കാനായി പറഞ്ഞു. അതെ, ഇവക്ക് നമ്മൾ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ പറ്റുകടന്ന് ഒരു കിലോ അരി പോലും വാങ്ങാതെ വന്നത്. നമ്മൾ പട്ടിണിക്കിട്ട് കൊല്ലാനാ ഇവളുടെ ഭാവം. വിശ്വത്തിനെ ചൊടിപ്പിക്കാനായി ജാനമ്മയും ഏഷണി കൂട്ടിക്കൊണ്ടിരുന്നു. ഇന്ദുലേഖ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി. നാണമില്ലേ തള്ളെ? മകന്റെ ഭാര്യയുടെ വീട്ടിൽ വന്ന് കുടിയേറി പാർക്കണതും പോരാ, ചെലവിനും തരണം. മകനോട് പറയ് ചെലവിന് തരാൻ. നിങ്ങൾക്കൊക്കെ ചെലവിന് തരാൻ എന്റെ ചേച്ചി നിങ്ങളുടെ ആരാ? ഇന്ദുലേഖ വർദ്ധിച്ച കോപത്തോടെ പറഞ്ഞിട്ട് വിശ്വജിത്തിന് നേരെ തിരിഞ്ഞു. കഴിഞ്ഞ മാസം വരെയുള്ള മുഴുവൻ പറ്റും ബുദ്ധിരേച്ച് തീർത്തിട്ടുണ്ട്. ഇനി മുതല് ഒരു പൈസ പോലും കടം കൊടുക്കരുതെന്ന് ദിവാരൻ ചേട്ടനോട് ശട്ടം കെട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വിശ്വം തന്നെ തീരുമാനിക്കുക. അത് കേട്ട് വിശ്വജിത്തും ജാനമ്മയും ഉഷയും നടുങ്ങി. ബന്ധുരയുടെ സഹായം കൊണ്ടാണ് ഇതുവരെ അടുപ്പിൽ തീ പുകഞ്ഞത്. ഇനിയിപ്പോ കല്യാണ സീസൺ അല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോ വർക്കൊന്നും ഇല്ലെന്ന് നിനക്കറിയരുതോ എന്തു? നിന്റെ ചേച്ചിയുടെ ഔദാര്യമൊന്നും നമുക്കിനി വേണ്ട. നീ പോയി കുറച്ച് രൂപ കടമായിട്ട് തരാൻ പറ. അടുത്ത മാസം മുതലേ കല്യാണ സീസണോ തിരിച്ചു കൊടുത്തേക്കാം. ഞാൻ ബന്ധുവേച്ചിയുടെ അടുത്ത് പോയിട്ടാ വരുന്നത്. അതുകൊണ്ടാ ഇത്രയും താമസിച്ചതും.
ഇനി ഒരു ചില്ലി പൈസ പോലും ബന്ധുരേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് കരുതണ്ട. ഇന്ദുലേഖ പിന്നെ ദേഷ്യത്തിൽ ജാനമ്മയെ നോക്കി. എന്റെ അമ്മയെ ഇവിടുന്ന് ഓടിച്ചുവിടാൻ തിടുക്കമായിരുന്നല്ലോ. തള്ളെ മക്കളും ആയു ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ ചുരുണ്ടു കിടന്നു. ഇന്ദുലേഖ ഭദ്രകാളിയെ പോലെ നിലത്ത് ചവിട്ടി മെതിച്ച് അകത്തേക്ക് കയറി. ശ്വാസം പോലും നിലച്ചതുപോലെയായി വിശ്വജിത്ത്. ജോലിയൊന്നും ഇല്ലാതിരുന്നിട്ടും ഇത്രയും നാൾ വീട് സ്ഥലവും ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് ബന്ധുരെ ഭീഷണിപ്പെടുത്തി സുഖമായി ജീവിക്കുകയായിരുന്നു. ആ സഹായം ഇനി ഉണ്ടാവില്ല. ഇന്ദുവിന്റെ അമ്മ ഇവിടെ നിന്ന് പോയതാണ് വലിയ നഷ്ടമായത്. അമ്മ ഒറ്റ വരുത്തിയ ഇതിനെല്ലാം കാരണം. ഇന്ദുവിന്റെ അമ്മയെ എന്തിനാ ഓടിച്ചു വിട്ടത്? അതുകൊണ്ടല്ലേ ബന്ധുരേച്ചി സഹായമെല്ലാം നിർത്തിയത്? വിശ്വജിത്തിന് അമ്മയോട് കടുത്ത ദേഷ്യമുണ്ടായി. ഇങ്ങനെ വല്ലത് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയോ? ആ തള്ള ഇവിടുന്ന് പോയെങ്കിലും ഈ വീട് സ്ഥലം ഭാഗം ചെയ്യുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ദേവകി അമ്മയെ വഴക്കുണ്ടാക്കി വിടേണ്ടിയിരുന്നില്ലെന്ന് അപ്പോ ജാനമ്മയ്ക്ക് തോന്നി. ആ തള്ള ഇവിടെ ഉള്ളത് കൊണ്ടായിരുന്നു ബന്ധുര മുടങ്ങാതെ പറ്റുകടയിലെ പൈസ കൊടുത്തോണ്ടിരുന്നത്. അതും ഇല്ലാതായിരിക്കുന്നു. ഇനിയിപ്പോ എന്ത് പറഞ്ഞതുപോലെ വായു ഭക്ഷിച്ചുകൊണ്ട് കിടന്നു. വിശ്വജിത്ത് അമ്മയെ കാനത്തിലൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. എടാ വിശ്വ, എവിടുന്നേലും കുറച്ച് രൂപ വാങ്ങിച്ച് എന്തേലും വാങ്ങിച്ചോണ്ട് വരണേ. ഉച്ചയ്ക്കും വൈകിട്ടും 2 നേരം പട്ടിണി കിടക്കാൻ വയ്യടാ, ജാനമ്മ വിളിച്ചു പറഞ്ഞു. വിശ്വജിത്ത് അത് കേൾക്കാത്ത ഭാവത്തിൽ വഴിയിലേക്ക് ഇറങ്ങി നടന്നു. അവൻ പോയി കഴിഞ്ഞതും ശ്യാമള ജാനമ്മയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ പരിസരമാകെ വീക്ഷിച്ചിട്ട് ജാനമ്മയ്ക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ പതിയെ വിളിച്ചു. അമ്മേ, എന്റെ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടാ വരണത്. അവരെ പട്ടിണിക്കിടാൻ എനിക്ക് വയ്യ. അതിന് ഞാൻ എന്തോ ചെയ്യാൻ വേണ്ടി? ജാനമ്മ കൈമലർത്തി. അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ച പറഞ്ഞു തൊലക്കടി. ജാനമ്മ മകൾക്ക് നേരെ തട്ടിക്കയറി. മാളൂട്ടിയുടെ അരഞ്ഞാണ് സ്വർണ്ണാണല്ലോ, നമുക്ക് പണയം വെച്ചാലോ? 1.5 ആഴ്ച അതുകൊണ്ട് കഴിയാം, ശ്യാമള അടക്കി പിടിച്ചു പറഞ്ഞു. കൊച്ചു കുഞ്ഞെന്തിനാ അമ്മേ സ്വർണ്ണ അരഞ്ഞാണം? സ്വർണമൊക്കെ അത്യാവശ്യത്തിന് പ്രയോജനപ്പെടുത്താനുള്ളതാ. എന്തായാലും ഞാൻ അതെടുക്കാൻ പോവാ. അതും പറഞ്ഞ് ശ്യാമള അകത്തേക്ക് കയറി. എടി, എന്ത് കാണരുത്, ജാനമ്മ ഓർമ്മപ്പെടുത്തി. ഇല്ലമ്മേ, അവള് തുണി അലക്കാൻ പോയിരിക്കുക. ശ്യാമള അകത്തേക്ക് കയറി. മാളൂട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. കുഞ്ഞിനെ ഉണർത്താതെ ശ്യാമള അരഞ്ഞാണ ഊരിയെടുത്തു. പിന്നെ വേഷം മാറി വേഗം പുറത്തേക്കിറങ്ങി. അമ്മേ, ഞാനിത് പണയം വെച്ചിട്ടേ സാധനങ്ങൾ വാങ്ങി വരാം, ശ്യാമള പറഞ്ഞിട്ട് വഴിയിലേക്ക് ഇറങ്ങി നടന്നു. ഇന്ദുലേഖ അറിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ജാനമ്മ ഭയപ്പെട്ടു. തുണി അലക്കി കഴിഞ്ഞ് ഇന്ദുലേഖ വരുന്നതും ഉറക്കമുണർന്ന മാളൂട്ടി എടുത്ത് വരാന്തയിലേക്ക് വരുന്നതും ജാനമ്മ ഒളി കണ്ണാൽ കാണുന്നുണ്ടായിരുന്നു. താഴെ വഴിയിൽ ഓട്ടോയുടെ ശബ്ദം കേട്ടതും ജാനമ്മ തല പൊന്തിച്ചു നോക്കി. ഓട്ടോയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ ഇറക്കി വെച്ച് ശ്യാമള ജാനമ്മയെ വിളിച്ചു. അമ്മേ, ഇതെല്ലാം എടുത്തു വെക്ക്. ജാനമ്മ വേഗം വഴിയിലേക്ക് ചെന്നു. കുറേയധികം സാധനങ്ങളുമായി ജാനമ്മയും ശ്യാമളയും വരുന്നത് ഇന്ദുലേഖ കുറുകിയ കണ്ണുകളോടെ നോക്കി. ഇന്ദുലേഖ കേൾക്കാനായി ശ്യാമള പറഞ്ഞു. എന്തു ചെയ്യാനാ, ഒരു ചിട്ടി ഉണ്ടായിരുന്ന പിടിച്ച കാശും കൊണ്ടാ വന്നത്. ഇവിടെ എല്ലാവരും വിശന്നിരിക്കുമ്പോ അത് എടുക്കാതിരിക്കാൻ പറ്റുമോ? ശ്യാമള പിന്നെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് മാളൂട്ടിയുടെ കയ്യിൽ കൊടുത്തു. മാളൂട്ടി, ഇതാ ബിസ്ക്കറ്റ്. ഇന്ദുലേഖയ്ക്ക് അത്ഭുതമായിരുന്നു. ശ്യാമളയ്ക്ക് മനംമാറ്റമുണ്ടായോ? ജാനമ്മയും ശ്യാമളയുമാണ് അടുക്കളയിൽ പാചകം ചെയ്തത്. മോളെ ഇന്ദു, മാളൂട്ടിയൊക്കെ എടുത്തിട്ട് വാ. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, ഊണൊക്കെ കാലായി, വാ നമുക്ക് വല്ലതും കഴിക്കാം, ജാനമ്മ സ്നേഹത്തോടെ പറഞ്ഞു. ഇന്ദുവിനും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിച്ചത്. പൊടുന്നനെ മുറ്റത്തു നിന്നും വെടിപൊട്ടും പോലുള്ള ശബ്ദം കേട്ടു. ഇവിടെ ആരുമില്ലേ? എടി ബന്ധുരെ, ഇറങ്ങി വാടി നായിന്റെ മോളെ. ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് ഭയന്നു. ഊണ് മതിയാക്കി ഇന്ദുലേഖ വരാന്തയിലേക്ക് ചെന്നു. ദേവേട്ടൻ, ദേവനാരായണൻ ജയിലിൽ നിന്നും വന്നിരിക്കുന്നു. ഇന്ദുലേഖയുടെ കണ്ണുകൾ തിളങ്ങി. ബന്ധുരയോടുള്ള പ്രതികാരത്തിന്റെ കേളികൊട്ട് ഉച്ചസ്ഥായിലായി. ഇന്ദുലേഖ സ്പന്ദനം നിലച്ചതുപോലെ നിന്നുപോയി നിമിഷങ്ങളോളം. ദേവനാരായണൻ ഒരു യോദ്ധാവിനെ പോലെ തലയുയർത്തിപ്പിടിച്ചു നിന്നു. എവിടെയടി അവള്? ബന്ധുര, അയാൾ അലറുന്നത് പോലെ ചോദിച്ചു. ഇന്ദുലേഖയ്ക്ക് ശബ്ദിക്കാൻ പോലുമായില്ല. അവളുടെ മൗനം ദേവനാരായണനെ കോപാന്തനാക്കി. ദേവനാരായണൻ ഒരു കുതിപ്പിൽ ഇന്ദുലേഖയുടെ മുന്നിലെത്തി. എന്നെ ജയിലാക്കിയിട്ട് ആ പേറ മാഷോടൊപ്പം സുഖിച്ചു കഴിയാൻ ഈ ദേവനാരായണ സമ്മതിക്കില്ലടി. പറയ്, അവളെവിടെ? അയാൾ അവളുടെ തലമുടി കുത്തിൽ പിടുത്തമിട്ടു. ഇന്ദുലേഖ അസഹ്യമായ വേദനയാൽ പുളഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.